ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്ത് ചെയ്യാനാ മോളെ, ദൈവം നമ്മളെ ഇങ്ങനെയൊക്കെ ആക്കി കളഞ്ഞില്ലേ? എടാ മോളക്കുട്ട, നീ എല്ലാരോടും നല്ലോണം പെരുമാറണം കേട്ടാ. അത് മോളുടെ അച്ഛനെ ശ്വാസം പൊട്ടിച്ചു കൊന്നേനെ അവന് കിട്ടുന്ന ശിക്ഷയാ. നിത്യ, താൻ കിടന്നോ. നാളെ രാവിലെ നമ്മൾ പോവും. കോടതിയിൽ പറയാനുള്ളത് പറയുകയും ചെയ്യും. അമ്മാവൻ പോയി കിടക്ക്. ഞാൻ കിടന്നോളാം മോളെ, സമാധാനമായിട്ട് കിടക്കുക കേട്ടാ. നീ കിടക്ക്. താനെന്റെ കൂടെ കഴിയുമ്പോ പേടിക്കില്ല എന്നൊരു ചെറിയ അഹങ്കാരം എന്റെ മനസ്സിലുണ്ടായിരുന്നു. താൻ എന്നെ തോൽപ്പിച്ച് കളയല്ലോ കേട്ടോ. കിടക്ക കിടക്കടോ. ഉറങ്ങിക്കോ. എടോ, തനിക്ക് പേടിയുണ്ടോ? ഇല്ല ഹരി. ചോദ്യങ്ങളിൽ ഒട്ടും മയം പ്രതീക്ഷിക്കണ്ട. ആന്റിയോട് ചോദിച്ചതിനേക്കാൾ ക്രൂരമായിരിക്കും നന്ദിത മഹാദേവന്റെ ചോദ്യങ്ങൾ. എല്ലാം തീരുമാനിച്ച് ഇവിടം വരെ എത്തിയില്ലേ, ഇനി ഒളിച്ചിടാൻ പറ്റില്ലല്ലോ. അമ്മ തോറ്റുപോയെടുത്ത് മോള് ജയിച്ചു കാണിക്കണം. ഹരിയേട്ടാ, ഒരു മിനിറ്റ്. ഞാൻ ഇങ്ങോട്ടാണ് പോരുന്നതെന്ന് പറഞ്ഞപ്പോ ഹരിയേട്ടനോട് അന്വേഷണം പറയണമെന്ന് പറഞ്ഞു കല്യാണി. മുഖം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. അവളിപ്പോ എന്നോട് നന്നായിട്ട് ഇണങ്ങി, വിപിനോടും അതെ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. രക്തം രക്തത്തെ തിരിച്ചറിയുന്നല്ലേ പറയാ. നന്നായി. അവളുടെ കണ്ണു നിറയാതിരുന്ന മാത്രം മതി. അവൾ ഒരിക്കലും കരയില്ല. കുറച്ചുനാള് കഴിയുമ്പോ ഹരിയേട്ടനെ തന്നെ അവള് മറന്നുപോകും. അങ്ങനെ ഞാൻ അവളെ സ്നേഹിക്കും. ശരി. ഹരിയേട്ടന് തോറ്റുപോയിന്ന് തോന്നുന്നുണ്ടോ? ഇല്ലടോ. കാരണം നീ കാണുന്ന ജയങ്ങളൊന്നുമല്ല ഞാൻ കാണുന്നത്. നീ ചെല്ല. എന്താ മോനെ? എപ്പോഴുള്ള പ്രകടനം തന്നെ. ഇന്ന്
കല്യാണിയെ കുറിച്ചായിരുന്നു. കല്യാണി അവളെ സ്നേഹിക്കാൻ തുടങ്ങി, വിപിനെ സ്നേഹിക്കാൻ തുടങ്ങി. അധികം വൈകാതെ എന്നെ മറക്കുമെന്ന്. അത് വീണയ്ക്ക് കുഞ്ഞിനെ മനസ്സിലാവാത്തതുകൊണ്ടാ. പോട്ടേടോ, ഇപ്പൊ ജീവിതത്തിൽ കയ്യെത്തി പിടിച്ചിരിക്കുന്നതൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ജയങ്ങളാണെന്നാ അവൾ കരുതിയിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ നമുക്ക് ഉപദേശിച്ച് തിരുത്താൻ പറ്റില്ലല്ലോ. അവരെ അവരുടെ വഴിക്കങ്ങ് വിട്ടേക്കുക. വരണോ എന്റെ? ആര്? ബാങ്കിൽ നിന്നായിരിക്കുമോ? ഹലോ അപ്പൂപ്പ, മോളെ, മോളെ എവിടുന്നാ വിളിക്കുന്നേ? മക്കളെ, ഇത് ആരുടെ നമ്പറാ? ഇത് ഇവിടുത്തെ അപ്പൂപ്പന്റെ ഫോണാ. എനിക്ക് എല്ലാരോടും സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ അപ്പൂപ്പൻ തന്നതാ. ഞാൻ അച്ഛനെ നിത്യാമ്മേനെ ഒക്കെ വിളിച്ചു. അവരെന്താ ഫോൺ എടുക്കാത്തെ? മക്കളെ, അവരിപ്പോ അങ്ങോട്ട് കോടതിയിലോട്ട് പോയിരിക്കുക. മോളെ, ഈ കോടതിയിലുണ്ടല്ല, അവിടെ ഈ ഫോൺ ഉപയോഗിച്ചൂടാ. അതാ അച്ഛനും അമ്മയൊക്കെ വരുമ്പോഴേ അപ്പൂപ്പൻ പറയാൻ കേട്ടാ മോളെ വിളിക്കാൻ. അപ്പൊ മക്കളെ, സുഖാണോടാ? മോള് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടാ? കുഞ്ഞെ, നീ അവിടെ പോയിട്ട് കരച്ചായിരുന്ന? ഇല്ല അപ്പൂപ്പ, ഞാൻ കരഞ്ഞില്ല. വീണാമ്മയുടെ മുമ്പിൽ ഒട്ടും കരഞ്ഞില്ല. ഞാൻ കരഞ്ഞ അച്ഛനും നിത്യാമ്മയ്ക്കും സങ്കടാവില്ലേ? പിന്നെ അച്ഛനെ നിത്യാമ്മ എല്ലാരും ഉപദ്രവിക്കില്ലേ? അതുകൊണ്ടാ കരയാനത്. ശരി മോളെ. ഞാൻ കൊറേ നേരം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അച്ഛനെ അപ്പൂപ്പനെ നിത്യാമ്മേനെ ഒക്കെ ഓർമ്മ വരും. അപ്പൊ ഞാൻ കരഞ്ഞു പോവും. എടാ, എന്ത് ചെയ്യാനാ മോളെ? ദൈവം നമ്മളെ ഇങ്ങനെയൊക്കെ ആക്കി കളഞ്ഞില്ലേ? എടാ മോളക്കുട്ട, നീ എല്ലാരോടും നല്ലോണം പെരുമാറണം കേട്ടാ. മധുര നൊമ്പരക്കാറ്റ്